മലപ്പുറം ചുങ്കത്തറയിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സിപിഎം എടക്കര ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. ടി രവീന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് എടക്കര പോലീസ് കേസെടുത്തത്. കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബയുടെ ഭർത്താവ് സുധീർ പുന്നപ്പാലയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നുണ്ട്. അനൽക, ഈ പരാതിയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമായിരുന്നു? എത്തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത്? സംഗീത, മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സിപിഎമ്മിന്റെ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ അടക്കം 5 പേർക്കെതിരെയാണ് നിലവിൽ എടക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബ സുധീറിന്റെ ഭർത്താവായിട്ടുള്ള സുധീർ പുന്നപ്പാല നൽകിയ പരാതിയിലാണ് എടക്കര പോലീസിന്റെ നടപടി. കൂടാതെ ഇന്നലെ ഉച്ചയ്ക്ക് സുധീർ പുന്നപ്പാലയുടെ ഉടമസ്ഥതയിലുള്ള ജനസേവാ കേന്ദ്രത്തിന് നേരെ ഇന്നലെ ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ ഈ സുധീർ പുന്നപ്പാല ഈ ആക്രമണം നടത്തിയത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവാ കേന്ദ്രത്തിന് നേരെ അതിക്രമണം നടത്തിയത് സിപിഎം പ്രവർത്തകരാണെന്നുള്ള ആരോപണവും ഉന്നയിച്ചിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ടി റീനയുടെ നേതൃത്വത്തിലാണ് ഈ സിപിഎം പ്രവർത്തകരാണ് തന്റെ സ്ഥാപനം അടിച്ചു തകർത്തതെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി വനിതാ ജീവനക്കാരുടെ അസിംബ പറഞ്ഞു. ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു ഈ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സംഗീത. ശരി അനിൽക. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് പൂത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഞാൻ ഇതുവരെ അതിന്റെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല, ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചത്. യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. ജാൻവറിന്റെ പിന്നാലല്ലേ, ജാൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം. എന്താ അൻവർ എന്നുള്ളത് ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. നമുക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറൊരു തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ജിജായി കോര ഞങ്ങളെ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ജാനിന്റെ നമുക്ക് പറഞ്ഞാൽ പോലെ പിന്നെ ഇത് കഴിയില്ല, ഞാൻ ഉറപ്പാണ്. കഴിഞ്ഞു, അവിടെ തീർന്നു. നമ്മള് UDF-നെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത്.